ഭവദ്രവ്യത്തെ പൂജിച്ചു നൽകുവിൻ ശ്രീരാമക്ഷേത്രത്തിൻ നിർമ്മിതിക്കായി. അതിനായിട്ടായിരം ശിലകൾ പൂജിച്ചിടാം ശബരി തൻ കൈയിലെ കായ്കളെ പോൽ. ഒരു ഭവ്യദ്രവ്യത്തെ പൂജിച്ചു നൽകുവിൻ ശ്രീരാമക്ഷേത്രത്തിൻ നിർമ്മിതിക്കായി. അതിനായിട്ടായിരം ശിലകൾ പൂജിച്ചിടാം ശബരി തൻ കൈയിലെ കായ്കളെ പോൽ. ഭാരതഭൂവിലെ ആദർശദേവന്റെ ശ്രീകോവിൽ മാനത്തെ തൊട്ടു നിന്നു. അത് കണ്ടു ദുരമുത്തിട്ട സുരപരമ്പര പല നാളും കയ്യോ കുറച്ചു നോക്കി. നൂറ്റാണ്ടായി പലവട്ടം ക്ഷേത്രത്തെ ഹിന്ദുക്കൾ ശ്രീരാമ ബാണം പോൽ കാത്തു നിന്നു. അഭിമാനം പോയപ്പോൾ പൊതുനീതി വന്നപ്പോൾ ശ്രീരാമ ക്ഷേത്രത്തിൽ തർക്കമെത്തി. തന്നാടും അമ്മയും സ്വർഗമെന്നോതിയ രാമനു തന്നാട്ടിൽ സ്ഥാനമില്ലേ. അധികാരക്കൊതിമൂത്ത ഭരണക്കാർ കേട്ടോളൂ, ശ്രീരാമക്ഷേത്രത്തെ മുക്തമാക്കും. ഭവ്യമാം ക്ഷേത്രം പണി തീരും നാൾ വരെ ഭാരത ഗ്രാമങ്ങൾ യജ്ഞവേദി. ഹോമാഗ്നി തന്നിൽ ചതിയും തർക്കങ്ങളും ഒരു പുകച്ചുരുൾ പോലെ അസ്തമിക്കും. ഉയരുന്നു ക്ഷേത്രം അയോധ്യയിൽ ശ്രീരാമൻ അവതാരം കൈക്കൊണ്ട മണ്ണിൽ തന്നെ. ഹൈന്ദവ ഗംഗ തൻ ധാരയെ ബന്ധിക്കാൻ ശലഭങ്ങൾ കാവിൽ ഇതു പരമസത്യം. ഒരു ഭവ്യദ്രവ്യത്തെ പൂജിച്ചു നൽകുവിൻ ശ്രീരാമക്ഷേത്രത്തിൻ നിർമ്മിതിക്കായി. അതിനായിട്ടായിരം ശിലകൾ പൂജിച്ചിടാം ശബരി തൻ കൈയിലെ കായ്കളെ പോൽ. ഒരു ഭവ്യദ്രവ്യത്തെ പൂജിച്ചു നൽകുവിൻ ശ്രീരാമക്ഷേത്രത്തിൻ നിർമ്മിതിക്കായി. അതിനായിട്ടായിരം ശിലകൾ പൂജിച്ചിടാം ശബരി തൻ കൈയിലെ കായ്കളെ